തോന്നിയൊരിഷ്ടം എപ്പോഴോ തോന്നിയോ എപ്പോഴോ എന്തിനോ തോന്നി ഇഷ്ടല്ലേ? അത് പോട്ടാ, നീ സന്തോഷായിട്ടിടാ. എല്ലാം അറിയുന്ന നീയാണോടാ പുരുഷു പറയുന്നത്. അവളുടെ മുന്നിൽ കൂളിംഗ് ഗ്ലാസ് ഇട്ട് ഷൈൻ ചെയ്യാൻ കാശില്ലാത്ത കൊണ്ട് പഴശ്ശിരാജയുടെ ടിക്കറ്റ് ബ്ലാക്കിന് വിറ്റ് കൂളിംഗ് ഗ്ലാസ് മേടിച്ചതും, അവളെ ഒന്ന് കാണാൻ വിമൻസ് ഹോസ്റ്റലിലെ മതിലിയാടിയപ്പം പട്ടി കടിച്ചതൊക്കെ നീ മറന്നോ പുരുഷു? ഓട്ടടാ, സ്ത്രീ എന്ന് പറയുന്ന ഒരു കടലാ, അനേകായിരം ആണുങ്ങൾ മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുന്ന കടൽ. ഇതാണ് ലൈഫ്. കുറെ മണ്ടന്മാരുണ്ട് 3-4 വർഷം കോളേജിൽ പഠിച്ചിട്ട് കോളേജ് തീരുന്ന ദിവസം വൈകുന്നേരം 4 മണിക്ക് ഇറങ്ങി ഓടും ഏതെങ്കിലും കമ്പനി കയറാൻ. പിന്നെ ജോലി, പ്രാരാബ്ദം, കുടുംബം. അവന്മാരെ കൊണ്ടൊക്കെ പറ്റുമോ ഇതുപോലെ ആഘോഷിക്കാൻ, ഇതുപോലൊന്ന് ഒത്തുകൂടാൻ? മഹാജനങ്ങളെ മാന്യത മൂടുപടം മാറ്റണേ, യൗവന കാലമതി മധുരമേ ഉന്മാദ ലഹരിയിലാറാടണേ. 14 ലോകത്തും നമുക്കിന്നു വെണ്ണിക്കോടി പാറിക്കണം. ആനത്തെ താരകങ്ങൾ മാനിച്ചു തല താഴ്ത്തും മലർവാടിക്കൂട്ടം. ഒരുത്തനും ഒരു പുല്ലും ചെയ്യില്ല. അവന്മാരിങ്ങ എത്തട്ടെ. പിന്നെ മലർവാടിയിലെ പിള്ളേര് നാട്ടിലില്ലാന്ന് കേട്ടതിന്റെ ഒറ്റ ധൈര്യത്തിലാ ഞാൻ നിന്നെ കൂട്ടി ഇങ്ങോട്ട് വന്നത്. ആ ധൈര്യം നീ കൈവിടണ്ട പ്രേമ. നീ ഇങ്ങനെ പേടിക്കാണ്ടിരിക്ക. പിന്നെ എന്റെ കാര്യം അത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നീ ധൈര്യമായിട്ട് പോയി കട തുറക്ക. നിന്റെ ദേഹത്ത് ഒരു പൊടി പോലും വീഴില്ല. ശേഖരനാ പറയുന്നത്. അണ്ടല്ലൂർ കാവും 7ാം ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ സത്യം തന്നെയാണോ എന്തോ. രാജ വേണ്ട. ശേഖര, അടിക്കണവനെ ഇപ്പഴാ അടിക്കണവനെ. ശേഖരന്റെ നാട്ടി മേടിച്ച് നീ അടങ്ങൂല്ലടാ. അടി അടി. എവിടെ? ഓടിക്കോ ഓടിക്കോ ഓടിക്കോടാ നത്ത ഓടിക്കോ. നിനക്ക് പ്രാന്താളെ വേടാ പന്നി. ഓടിക്കോ പ്രേമ, പതിയെ പോടാ. എനിക്ക് ദേശത്തെ വഴിയേറിയില്ല. ഓള തല്ലുകൊള്ളി. എന്തടാ, നീ വലിയ കുഴപ്പക്കാരനാണെന്ന് കേട്ടു. ആണോടാ? നീ കുഴപ്പമുണ്ടാക്കോടാ. പറടാ, നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? പറടാ, നിനക്ക് തല്ലാൻ തോന്നുന്നുണ്ടോ? തല്ലടാ, തല്ലടാ, ഒന്ന് തല്ലി നോക്കടാ.
ഇളങ്ങൊന്നു ശശിയേട്ടനോട് അവന്റെ കളി പല്ല് മേടിക്കുമെന്നാ തോന്നുന്നു. മിക്കവാറും ദയവ് ചെയ്തെന്നെ കൈവിടരുത്. ഒറ്റച്ചാട്ടിയില്ലാത്ത പല്ലിളകിയോന്നൊരു സംശയം. സമരം ചെയ്യാനും അലമുണ്ടാക്കാനും അല്ലാതെ വേറൊരു പണി ഞങ്ങൾക്കറിയില്ല. പ്രകാശ, നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നാ അത് നമ്മളെല്ലാവരുടെയും പ്രശ്നമാണ്. പക്ഷേ ഇത്രയും കാശിന് നമ്മളോടെ പോവും. അന്ന് ലൈറ്റും സൗണ്ടും വാടകയ്ക്ക് കൊടുത്തതിൽ കിട്ടിയ കുറച്ച് കാശുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ആവില്ല. നീ ധൈര്യമായിട്ടിരിക്കടാ, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. പൈസ ഒരു വലിയ പ്രശ്നം തന്നെയല്ലേ? ശരിക്കും PSC റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും താഴെയുള്ളവന്മാർക്കൊക്കെ എന്നേ ജോലി കിട്ടി. കൈമുടക്കൊന്നും കരുതാത്തോണ്ട് നമ്മൾ ഇപ്പോഴും ക്യൂരാ. എന്റെ പേര് ലിസ്റ്റിൽ പോലും വന്നില്ല. ഏത് ലിസ്റ്റില്? അതൊക്കെ പോട്ടെ, നിനക്ക് നീന്താൻ അറിയോ? ഇല്ല. എന്താ? വേറൊന്നുമില്ല, നീ പറഞ്ഞ സേതാലിക്ക കാശൊന്നും തന്നില്ലെങ്കിൽ ഇങ്ങോട്ട് മിക്കവാറും നീന്തി വരേണ്ടി വരും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ സൈതാലിക്ക പണ്ട് കച്ചവടം തുടങ്ങുന്ന സമയത്ത് എന്റെ അച്ഛൻ കുറെ സഹായിച്ചിട്ടുള്ളതാ. അതൊക്കെ പുള്ളിക്ക് ഓർമ്മയുണ്ടായാ മതി. ഒരു പലിശക്കാരനായ എന്റെ മനസ്സൊന്ന് നിറഞ്ഞു. ഇന്നത്തെ പോലെ ആയിരുന്നില്ല ഞാൻ പണ്ട്. നല്ല കൂട്ടുകാരൊക്കെ എനിക്കുണ്ടായിരുന്നു. തല്ലുകൂടിയും കളിച്ചും ചിരിച്ചും സ്നേഹിച്ചും നടന്നവർ. എന്റെ ബിസിനസിന് സൗഹൃദങ്ങൾ നല്ലതല്ല എന്ന് തോന്നിയപ്പോ ഞാൻ അവരെല്ലാം അകറ്റി. അതിൽ ഇന്ന് എനിക്ക് വല്ലാത്തൊരു നഷ്ടബോധം തോന്നി. കൊണ്ടുപോയിക്കോളൂ. നീ വാ, ഒരു ട്രിപ്പ് അടിക്കാം. എങ്ങോട്ട്? മാഹിക്ക്. ഏയ് ഞാനങ്ങല്ല. വാടാ, നിന്റെ ഒരു പാട്ടുണ്ടെങ്കിൽ ഒരു സുഖമുള്ളൂ. അച്ഛൻ വീട്ടിലിരിപ്പുണ്ട്, അത് കുഴപ്പമില്ല. തിരിച്ചൊരുമ്പോ ആൾക്കൊരു കുപ്പി മേടിച്ചോ? അതെ, ഞാനില്ല. നമ്മൾ 5 പേരില്ലാതെ ഈ വണ്ടി ഇവിടുന്ന് പോവില്ല. അതെ, പൊക്കടാ. കുമാരേട്ടന്റെ പിറന്നാളിനാണ് നമ്മളിത് ചെയ്യണം. നമുക്കൊരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമായിരിക്കും. കഴിഞ്ഞ ആഴ്ച ഗൾഫിൽ നിന്ന് വന്ന് ഉമ്മറൊക്കെ പറയുമായിരുന്നു, അറബിയുടെ കയ്യിൽ നിന്ന് കാശിണി മേടിക്കുമ്പോഴും ഉള്ളു മുഴുവൻ മനശ്ശേരിയിലെ ആ പഴയ വായനശാലയും ഫുട്ബോൾ ഗ്രൗണ്ടും ഒക്കെയാണെന്ന്. ജോലിയും തിരക്കൊക്കെ ആകുമ്പോൾ ഈ ഉമ്മറിനൊക്കെ പോലെ ഒന്ന് ഓർത്ത് വിഷമിക്കാൻ നമുക്കും വേണ്ടടാ ചില കാര്യങ്ങളൊക്കെ. നമ്മളിത് ചെയ്യണം. നമ്മൾ ഒരുമിച്ചാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഈ നാടറിയണം. അതെ, നമ്മളിത് ചെയ്യണം. എന്തായി തീരുമാനം? വരുന്ന 12-ാം തീയതി കുമാരേട്ടന്റെ പിറന്നാൾ ദിവസം മലർവാടി ഓർക്കസ്ട്രയുടെ ഗാനമേള. അങ്ങോട്ട് മുറുകെ കേട്ടു. ഓ മതി മതി മതി, ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. സന്തോഷം, ഇറങ്ങി ഇറങ്ങി. ഇറങ്ങാൻ എടാ, ഇറങ്ങാൻ. ഇറങ്ങി വാ. ക്രിട്ടിക്കലാണ്.
പ്രകാശ, നീ എന്റെ ഒരു ആഗ്രഹം സാധിച്ചു തരുമോ? എന്താ കുമാരേട്ടാ? പഴയ പോലെ നിങ്ങൾ 5 പേരെ എനിക്ക് ഒരുമിച്ച് കാണണം. പഴയ പോലെ നിങ്ങൾ 5 പേരെയും എനിക്ക് ഒരുമിച്ച് കാണണം. എന്നും കൂട്ടുവേ